ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൺഡേ ഹോളിഡേയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. എന്താ സംഭവം എന്നല്ല, കഴിഞ്ഞ ദിവസം നമുക്കൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ പല പല സ്ഥലങ്ങളും കണ്ടിട്ടില്ലേ, പഴയ പട്ടുസാരികളും അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ പല പല സ്ഥലത്ത് ഫ്ലെക്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാനും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കുറേ റീലുകളൊക്കെ കാണാനിടയായി. എന്താ സംഭവം വെച്ചാൽ, അങ്കമാലി എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ TB ജംഗ്ഷൻ പോകുന്ന വഴിക്ക് എടശ്ശേരി സൂപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനൊരു സംഭവം പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീല് കണ്ടിട്ടാണ് ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചേ. നമ്മുടെ കയ്യിൽ ചെറിയൊരു അരഞ്ഞാണം അതുപോലെ തന്നെ 2 തളയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, എത്ര ക്യാഷ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ സാധനം കൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ ജസ്റ്റ് ഇതെടുത്ത് നോക്കി നമ്മളോട് പറഞ്ഞു നമുക്ക് 1500 രൂപ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ പോയിരുന്നെങ്കിൽ ആ 1500 രൂപ മേടിച്ചിട്ട് ഈ സാധനം അവിടെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. തന്നെ ഹസ്ബൻഡിന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എന്തോ ഡൗട്ട് തോന്നി നമ്മൾ ആ സാധനം തിരിച്ചു തന്നേരം നമ്മൾ പിന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു മേടിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഈ വെള്ളിയാഭരണം കൊടുക്കാൻ ചെന്ന സമയത്ത് തന്നെ വേറൊരു കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ കാഞ്ചീപുരം പട്ടുസാരി കൊടുക്കാനായിട്ട് വന്നിരുന്നത്. ഏകദേശം 10 വർഷത്തോളം പഴക്കമുള്ള കാഞ്ചീപുരം പട്ടുസാരി ആയിരുന്നു. അപ്പോൾ അത് കീറിപ്പോയതുകൊണ്ട് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ പട്ടുസാരി കടക്കാർക്ക് കൊടുത്തു. അപ്പോൾ കടക്കാരൻ ഉരച്ച് നോക്കി പറഞ്ഞു ഏകദേശം ഒരു 5000 രൂപയോളം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ സമ്മതിച്ചിട്ടുണ്ടല്ലോ, കാരണം 50000 രൂപയ്ക്ക് കസ്റ്റമർ സാരി മേടിച്ചതായിരുന്നു, പക്ഷേ 5000 രൂപയിൽ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ പറഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ മുതലാളിയെ വിളിച്ചു തരാം, മുതലാളിയോട് സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വന്ന കസ്റ്റമർ മുതലാളിയായിട്ട് സംസാരിച്ചു. അപ്പോൾ മുതലാളി ഒറ്റയടിക്ക് തന്നെ 5000 രൂപയോടെ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഇപ്പോൾ 10000 രൂപയിൽ നിൽക്കുകയാട്ടോ സംഭവം. അപ്പോൾ 10000 രൂപയും തരാമെന്ന് പറഞ്ഞപ്പോഴും കസ്റ്റമർ സമ്മതിക്കുന്നുണ്ടായില്ല. 50000 രൂപയ്ക്ക് നമ്മൾ മേടിച്ച സാരിയല്ല, ഒരു 15000 എങ്കിലും കിട്ടണമെന്ന് കസ്റ്റമർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ പിന്നെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എത്ര രൂപയ്ക്ക് അത് ഉറപ്പിച്ചതെന്ന് നമുക്കറിയില്ല. നമ്മൾ പോരുന്ന സമയത്ത് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ മേടിച്ച പട്ടുസാരിക്ക് നമുക്ക് ഇത്രയും രൂപ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോരാണ്ട് നമ്മൾ കുറച്ചുകൂടി അവരോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പൈസ നമ്മൾ കൂടുതൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് തീരെ കുറച്ച് പൈസ ആയിരിക്കും അവർ ആദ്യമേ പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വെള്ളിയാഭരണം നമ്മൾ തിരിച്ച് മേടിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ എന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് ഈ വെള്ളിയാഭരണം ഒന്ന് നമ്മൾ ജ്വല്ലറി ഉണ്ടല്ലോ അവിടെ ഒന്ന് കൊടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. നമ്മൾ ജ്വല്ലറി കയറി. അപ്പോൾ നമുക്കവർ ബില്ല് തന്നിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയിട്ടോ. 5900 സംതിങ് രൂപ നമുക്ക് ആ ഒരു വെള്ളിയാഭരണത്തിന് നമുക്ക് അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞു. നമ്മുടെ പട്ടുസാരി സെൻറ്ററിൽ വെറും 1500 രൂപയാണ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്രയോ രൂപയോളം നമുക്ക് നഷ്ടം വന്നോണ്ടേനെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ബില്ല്. നമുക്ക് 5930 രൂപ നമുക്ക് നമ്മുടെ ചെറിയ ഒരു അരഞ്ഞാണത്തിനും 2 തളയ്ക്കും കൂടി നമുക്ക് വെള്ളിയാഭരണ കടയിൽ നിന്ന് കിട്ടി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി രൂപ നഷ്ടം വന്നുകൊണ്ടന്നെ, ഏകദേശം ഒരു 4000 സംതിങ് രൂപ നമുക്ക് നഷ്ടം വന്നുകൊണ്ടന്നെ 1500 വെറും 1500 രൂപയാണ് പട്ടുസാരി സെൻറ്ററിൽ നിന്ന് നമുക്ക് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മുടെ പഴയ വെള്ളിയാഭരണങ്ങളൊക്കെ നമ്മുടെ വെള്ളിയാഭരണ കടയിലൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കടകളിലൊന്നും കൊടുക്കാണ്ട് നമ്മൾ വെള്ളിയാഭരണ കടയിലൊക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ കമൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞേക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.